നമ്മളിപ്പോഴും വിശ്വസിക്കുന്ന ഒരു തെറ്റാണ് മൂഡ് സ്വിങ്സ് പെൺകുട്ടികൾക്ക് മാത്രം വരുന്നതാണെന്ന്. പക്ഷേ സൈക്കോളജിക്കലി ഇതെങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് പറയുന്നത്. പുരുഷന്മാർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാകും, പക്ഷെ അവർ അതിനെ വെളിയിൽ കാണിക്കാറില്ല എന്ന് മാത്രം. പുരുഷന്മാരുടെ ഇമോഷണൽ വേൾഡ് വളരെ സൈലൻ്റ് ആണെന്ന് നമുക്കറിയാമോ? അവർക്ക് സാഡ്നെസ്, ഇറിറ്റബിലിറ്റി, ഓവർവെൽം എല്ലാം ഉണ്ടാകും. പക്ഷെ സൊസൈറ്റി അവരുടെ മുന്നിൽ ഒരേ ഒരു ഡയലോഗ് മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും: സ്ട്രോങ് ആയിട്ടിരിക്കുക, ഓവർ റിയാക്ട് ചെയ്താൽ വീക്കായിട്ട് തോന്നും, ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഇതെല്ലാം ബ്രെയിൻ സ്ലോലി ഒരു റൂളായി ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവയൊക്കെ ഒരു ഷേപ്പായി മാറ്റി എപ്പോഴെങ്കിലും പുറത്തു വരും. അങ്ങനെ മൂഡ് സ്വിങ്സ് തുടങ്ങി എന്താണ് ട്രിഗർ എന്ന് പോലും അവർക്ക് മനസ്സിലാകാതെയാവും. ചില ദിവസങ്ങളിൽ അവർ അൺയൂഷ്വലി സൈലൻ്റ് ആകും. ചിലപ്പോൾ ചെറിയ കാര്യം മാത്രം പറഞ്ഞാൽ പോലും ഇറിറ്റേറ്റ് ആയിരിക്കും. ഒരു നിമിഷം കാം, അടുത്ത നിമിഷം വിത്ഡ്രോ ചെയ്ത് എല്ലാവരിൽ നിന്നും അകന്നു പോകും. ദിസ് ഈസ് നോട്ട് ആറ്റിറ്റ്യൂഡ്, ദിസ് ഈസ് നോട്ട് ഈഗോ, ദിസ് ഈസ് ദ മൈൻഡ് ആസ്കിങ് ഓഫ് സ്പേസ്. മൂഡ് സ്വിങ്സ് എന്നത് അൺസ്റ്റേബിളായ ഒരു പുരുഷൻ എന്ന് അർത്ഥമില്ല. സപ്രസ്ഡ് ഇമോഷൻസ് പുറത്തേക്ക് വരുന്ന ഒരു നാച്ചുറൽ സിഗ്നലാണത്. വർക്ക് പ്രഷർ, റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻഷ്യൽ സ്ട്രെസ്, റിലേഷൻഷിപ്പ് ഇൻസെക്യൂരിറ്റി, ഇവയ്ക്കെല്ലാം ഒരാൾക്കുള്ളിലാണ് വെയിറ്റ് അറിയപ്പെടുന്നത്. പക്ഷെ അവർ സംസാരിക്കില്ല. അവർക്ക് പെർമിഷൻ തന്നില്ല ആര്? സൊസൈറ്റി. പല പുരുഷന്മാർക്കും എനിക്കെന്താണ് പറ്റുന്നത് എന്ന് പോലും ചോദിക്കാൻ ഫീൽ സേഫ് തോന്നാറില്ല. അതിനാൽ മൂഡ് സ്വിങ്സ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിൻ്റെ ഓൺലി ഔട്ട്ലെറ്റ് ആയിട്ട് മാറും. ബട്ട് ദ ട്രൂത്ത്, മെൻ ഫീൽ ഡീപ്ലി, ദ ജസ്റ്റ് ഡോണ്ട് ഷോ ഇമ്മീഡിയറ്റ്ലി. ഒരു പുരുഷൻ സൈലൻ്റ് ആണെങ്കിൽ അത് റൂഡ് ആണെന്ന് കരുതേണ്ട. അവർ ഓവർവെൽംഡ് ആണെന്നും ചാൻസസ് കൂടുതലുമുണ്ട്. സൈക്കോളജിക്കലി ഇത് പറയുന്നത് മൂഡ് സ്വിങ്സ് പുരുഷന്മാർക്കും നോർമലാണ്, ഇമോഷൻസ് മനുഷ്യർക്കുള്ളതാണെന്ന് സൊസൈറ്റി ഓർമ്മിപ്പിച്ചാൽ നല്ലത്. അത് ഓർക്കാൻ മറന്നു പോകരുത്. ബിക്കോസ് ഫീലിംഗ് ഡസ് ഇറ്റ് മേക്ക് ഹിം വീക്ക്, ഹൈഡിങ് ഇറ്റ് മേക്സ് ഹിം ടയർഡ്.